കേന്ദ്ര പദ്ധതി സംസ്ഥാന സർക്കാർ പദ്ധതി എന്ന് അവതരിപ്പിച്ച മലമ്പുഴ എംഎൽഎ എ പ്രഭാകരൻ. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടൂറിസം വകുപ്പ് 75.87 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനമാണ് സംസ്ഥാന പദ്ധതിയെന്ന് എംഎൽഎ പറയുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായതോടെ ഉദ്യാനം സന്ദർശിച്ച ശേഷമാണ് എംഎൽഎയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ അടിച്ചുമാറ്റി പേരുമാറ്റിയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ മറ്റൊരു പദ്ധതി കൂടി, കേന്ദ്ര സർക്കാർ പദ്ധതി കൂടി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്നും പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതി എന്ന് അവതരിപ്പിക്കുന്നത് ഇത് പുതുമയുള്ള കാര്യമല്ല. ദേശീയപാത ഉൾപ്പെടെ തങ്ങളുടെ നേട്ടമാണ് എന്ന് കേരളത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ നിരവധി തവണ പറയുകയും ഇതിൻ്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകളൊക്കെ അടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ ഏറ്റവും ഒടുവിലെ സംഭവമായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാന നവീകരണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഡാമിൻ്റെ ഉദ്യാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കാതെ വലിയ അനാസ്ഥയായിരുന്നു ഈ ഉദ്യാനത്തോട് കാണിച്ചത്. അവിടുത്തെ കളി ഉപകരണങ്ങളാണെങ്കിലും മറ്റേ പൂന്തോട്ടമാണെങ്കിലും ഒക്കെ കാട് കയറി നശിക്കുന്ന, നീന്തൽക്കുളം ഉൾപ്പെടെ നശിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. നമ്മൾ ജനം TV തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ മലമ്പുഴ എംഎൽഎ ആയ എ പ്രഭാകരൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് താൻ ഈ മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാന നവീകരണവുമായി ബന്ധപ്പെട്ട് പലതവണ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ വികസനോന്മുഖ കാഴ്ചപ്പാടും തൻ്റെ നിരന്തര ശ്രമവുമാണ് പദ്ധതി യാഥാർത്ഥ്യമാവാൻ കാരണം എന്നുള്ളതാണ് എംഎൽഎ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. 75.87 കോടി രൂപയാണ് ഇതിനുവേണ്ടി കേന്ദ്ര ടൂറിസം വകുപ്പ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഫണ്ടിലാണ് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ വരും. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനത്തിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ ടൂറിസം വികസനത്തിന് ഇതുപോലെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പ് തുക അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്ര ടൂറിസം സഹമന്ത്രി കൂടെയാണ് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൂടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ഇത്തരത്തിൽ ഫണ്ട് വന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം കേരളത്തിലെ നിരവധി വിനോദസഞ്ചാര മേഖലകളിലെ പലയിടങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തുക അനുവദിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇത്രയും തുക, ഈ 75.87 കോടി രൂപയുടെ ഈ ഫണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഫണ്ട് വന്ന് കേന്ദ്ര പദ്ധതി അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്താണ് ഈ മലമ്പുഴയിലെ എംഎൽഎ ആയ എ പ്രഭാകരൻ ഇത് സംസ്ഥാന പദ്ധതി എന്ന തരത്തിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരിടത്തും ഇത് കേന്ദ്ര ഫണ്ടാണെന്ന് പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ രാജീവ് കേരളശ്ശേരി, അദ്ദേഹം ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നതാണ്. ഒരു കേന്ദ്ര പദ്ധതിയെ പോലും അടിച്ചുമാറ്റി സ്വന്തം ക്രെഡിറ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മലമ്പുഴ എംഎൽഎ ആയ എ പ്രഭാകരന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുള്ളതാണ് BJP ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര പദ്ധതിയായ സ്വദേശ് ദർശൻ പദ്ധതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്ന് അവർ പറഞ്ഞ എ പ്രഭാകരൻ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.